കാസർഗോഡ് കുമ്പളയിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്നും 29 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും പണവും കവർന്ന കേസിൽ പ്രതി പിടിയിൽ. കർണാടക സ്വദേശിയും കാസർഗോഡ് വാടക വീട്ടിൽ താമസക്കാരനുമായ ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമിനെയാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയത്. അഡ്യനെടുക്കയിലെ ബാങ്കിൽ നിന്നും 2 കിലോ സ്വർണം കവർന്ന കേസുകൾ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കലന്തർ ഇബ്രാഹിം. സെഞ്ചുറി അടിച്ച് കാഞ്ഞങ്ങാട് വടക്കൻ കേരളം കണ്ട ഏറ്റവും വലിയ ബ്രൈഡൽ ഫാഷൻ ഷോറൂമുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഏവർക്കും സ്വാഗതം. കുമ്പള നായ്ക്കാപ്പ് സ്വദേശിയും കാസർഗോഡ് ബാറിലെ അഭിഭാഷകയുമായ ചൈത്രയുടെ വീട്ടിൽ ഞായറാഴ്ചയാണ് കവർച്ച നടന്നത്. 29 പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും പണവുമാണ് ഇവിടെ നിന്നും കവർച്ച പോയത്. കാസർഗോഡിനെ തന്നെ നടുക്കിയ വൻ കവർച്ചയിൽ പോലീസ് പഴുതുകളടച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടക സ്വദേശിയും കാസർഗോഡ് വാടക വീട്ടിൽ താമസക്കാരനുമായ ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമിനെ പിടികൂടിയത്. പ്രതി കർണാടകയിലുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവിടെ എത്തിയാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ TK മുകുന്ദൻ, SI K ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കലന്തർ ഇബ്രാഹിമിനെ പിടികൂടിയത്. അഡ്യനെടുക്ക ബാങ്കിൽ നിന്നും 2 കിലോ സ്വർണവും 17 ലക്ഷം രൂപയും കൊള്ളയടിച്ചതുൾപ്പെടെ 25ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കലന്തർ ഇബ്രാഹിം. ഞായറാഴ്ച വൈകുന്നേരം 6-നും രാത്രി 8 മണിക്കുമിടയിലാണ് ചൈത്രയുടെ വീട്ടിൽ കവർച്ച നടന്നത്. ചൈത്രയും കുടുംബവും ഉത്സവം കാണുവാൻ പോയ സമയത്ത് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നു അലമാരയിലുണ്ടായിരുന്ന സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും പണവും കവർന്നത്. നായ്ക്കാപ്പിലും പരിസരത്തുമുള്ള നിരവധി CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണ സംഘം കവർച്ച നടത്തിയത് കലന്തർ ഇബ്രാഹിമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരാൾ അലക്ഷ്യമായി ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും ലഭിച്ച വിരലടയാളങ്ങളും പ്രതിയെ തിരിച്ചറിയുവാൻ നിർണായകമായി. കവർച്ച നടന്ന് വെറും 5 ദിവസത്തിനകമാണ് സമീപകാലത്ത് കാസർഗോഡ് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ഈ കവർച്ചാ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇത് പോലീസിന് അഭിമാന നേട്ടമായി മാറി. പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് 2024 ഫെബ്രുവരി 7-ന് എൺമഖജെ പെർളയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള കർണാടക ബാങ്കിന്റെ അഡ്യനെടുക്ക ശാഖയിൽ കൊള്ളയടിച്ച കേസിലെ മുഖ്യ പ്രതികളിലൊരാളാണ് പ്രതിയായ ഇബ്രാഹിം കലന്തർ എന്ന് തിരിച്ചറിഞ്ഞത്. ഇയാളെയും സുള്ളിയ കൊയിലയിലെ റഫീഖ് എന്ന ഗൂഡിനബലി റഫീഖ്, പൈവളികെ ബായാറിലെ ദയാനന്ദ എന്നിവരെയും അന്ന് പോലീസ് സാഹസികമായി പിടികൂടിയിരുന്നു. സംഭവ ദിവസം രാത്രി സ്വിഫ്റ്റ് കാറിലെത്തിയ കൊള്ളസംഘം അഡ്യനെടുക്ക ബാങ്കിന്റെ പിൻവശത്തുള്ള ജനലിന്റെ ഇരുമ്പ് കമ്പി മുറിച്ച് അകത്ത് കടന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ലോക്കർ തകർത്താണ് സ്വർണവും പണവും കൊള്ളയടിച്ചത്. അന്ന് CCTV ദൃശ്യങ്ങളാണ് പ്രതികളെ കുടുക്കിയത്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന കലന്തർ ഇബ്രാഹിമിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റ് നിരവധി കവർച്ചാ കേസുകൾക്ക് തുമ്പുണ്ടാക്കുവാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.